ഏവർക്കും നമസ്കാരം. ആനന്ദമയ യോഗ സെൻറ്റർ നടത്തിവരുന്ന ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ പ്രിയൻ അലക്സ് ജി റെബല്ലോ KAS ഡെപ്യൂട്ടി കളക്ടറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആനന്ദമയ യോഗ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഓൺലൈനായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യാൻ ഒരവസരം എനിക്ക് നൽകിയതിൽ ഞാനിതിൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് ഡോക്ടർ ബിജുവിനോട് ഏറെ നന്ദി പറയുന്നു, ഏറെ സന്തോഷം അറിയിക്കുന്നു. ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈയൊരു മാസം മലയാളത്തിലെ ഏറ്റവും ദീർഘമായ മാസമാണ്. നമ്മൾ ആയുസ്സിനും ആരോഗ്യത്തിനും നല്ല വായനകൾക്കും വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന മാസം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശത്തിൽ രാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണിത്. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. മഹാമോഹമില്ലെങ്കിലും സുഖമായിരിക്കാനും ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാതിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ. ആരോഗ്യകാര്യങ്ങളിൽ മലയാളികൾക്കുള്ള ശ്രദ്ധ ഏറെ പ്രസിദ്ധമാണല്ലോ. രണ്ട് മലയാളികൾ തമ്മിൽ കണ്ടാൽ ഒരാൾ മറ്റൊരാളോട് സുഖമാണോ എന്ന് ചോദിക്കും. സുഖമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കും. നാട്ടുവൈദ്യവും ചുട്ടുവൈദ്യവും നിറഞ്ഞതാണ് നമ്മുടെ അനുഭവ പ്രപഞ്ചം. മരുന്നും മന്ത്രവും എന്നാണല്ലോ പറയുക. മരുന്നും നല്ല വിചാരങ്ങളും എന്നുമാവാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുഖമാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ, സമൂഹത്തിൻ്റെയും സകല പ്രകൃതിയുടെയും സുഖമാണ് ആരോഗ്യമെന്ന് നമ്മൾ കരുതുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊരു ഭാരതീയ ചിന്തയാണ്. ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവട്ടെ എന്ന ചിന്ത. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ ആ പ്രാർത്ഥന. ആയുർവേദം ആയുസ്സിൻ്റെ വേദമാണ്. രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മുക്തിയാണ്. തത്വജ്ഞാനവും കൈവല്യവുമാണ്. യയാതിയെപ്പോലെ നിത്യമായ ചെറുപ്പത്തിൽ, യൗവനം വന്നുദിച്ചിട്ടും ചെറുതാകാത്ത ചെറുപ്പത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. നളചരിതവും ഒന്ന് ഓർത്തു പോവുകയാണ്. ആമയം എന്ന ദുഃഖത്തെ ഇല്ലാതാക്കുന്ന നിരാമയമായ സൗഖ്യം. നിരാമയ എന്നെത്രയോ ആശുപത്രികൾക്ക് പേരുണ്ട്. ആ പേരിന് പിന്നിലെ രഹസ്യം ഇതാണ്: നിരാമയം, ദുഃഖം ഇല്ലാതാക്കുന്നത്. ആശുപത്രികൾ നമുക്ക് സുഖം പകരേണ്ടവയാണ്. ആശുപത്രിയിൽ ഒരിക്കലും ദുഃഖിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രഭാഷക ഡോക്ടർ അശ്വതി. നീണ്ട 14 വർഷത്തെ ചികിത്സാ അനുഭവ പഠന പാരമ്പര്യമുള്ള അപ്പോളോ ആയുർവേദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അശ്വതി നിശ്ചയമായും നമുക്കേവർക്കും ഏറെ ഹിതകരമായ ഉപദേശനിർദ്ദേശങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാരംഭ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. നമുക്ക് ഡോക്ടർ അശ്വതിയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കാം. നന്ദി, നമസ്കാരം.